അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, സൗന്ദര്യം എല്ലാവരും ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ള, പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ശരിക്ക് പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിലൊക്കെ ഈ ബ്യൂട്ടി കോൺഷ്യസ്നെസ് അതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഉണ്ടായി വന്ന ചില ധാരണകൾ, അത് എന്ത് തരത്തിലുള്ള എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്, യഥാർത്ഥത്തിൽ സ്ത്രീകൾ എന്ത് തരത്തിലുള്ള എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം. നമുക്ക് ആദ്യം ഒരു വീഡിയോ കണ്ടു തുടങ്ങാം. 8 മണിക്ക് പാർട്ടി മറക്കണ്ട. അതിനെന്താ വരാലോ. ഓ മൈ ഗുഡ്നസ്, 8 മണിക്ക് പരിപാടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ മുടി അപ്പൊ ഇന്ന് എന്താണെങ്കിലും കഴുകണം. ഈ എണ്ണ ഒളിച്ച മുടിയായിട്ട് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ മേക്കപ്പും മുഖം കംപ്ലീറ്റ് ഡല്ലായിട്ട് ഒരു ഭംഗിയും കാണൂല. പറക്കണ എഫക്റ്റ് ഇല്ല, കാറ്റടിക്കുമ്പോൾ പറക്കൂല, ആരും നോക്കൂല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ കുളിക്കാൻ പോകണം. 5 മണിക്കാണ് ബാഡ്മിന്റൺ ഉള്ളത്. ബാഡ്മിന്റൺ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം ഇപ്പൊ കുളിച്ചിട്ട് ബാഡ്മിന്റൺ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും മുടി മൊത്തം നിറഞ്ഞ് ആകെ ഗ്രീസി ആയിട്ട് ഇരിക്കും. പക്ഷെ ബാഡ്മിന്റൺ കഴിഞ്ഞിട്ട് 5 to 6 ബാഡ്മിന്റൺ, 6 to 7 ഉള്ളൂ സമയം. 7:30 ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 8 മണിക്ക് അവിടെ എത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് കുളിച്ച് മേക്കപ്പ് ചെയ്ത് ഹെയർ സ്റ്റൈൽ ചെയ്ത് ഇറങ്ങാൻ പറ്റൂല. ഇപ്പൊ കുളിച്ചിട്ട് ഫുൾ സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ 5 മണിക്ക് ബാഡ്മിന്റൺ പോകേണ്ട വലിയ കാര്യമൊന്നുമില്ല. അവിടെ ചെന്നിട്ട് പിന്നെയും വേർത്ത് കുളിച്ച് മുടി ആകെ നനഞ്ഞ് പരിവാവും. അങ്ങനെയാണെങ്കിൽ ബാഡ്മിന്റൺ ഒഴിവാക്കേണ്ടി വരും. മാസത്തിൽ ആകെ 12 ക്ലാസ് ഉള്ളൂ. ആ 12 ക്ലാസ്സിൽ ഇപ്പൊ ഈ മാസം കഴിയാറായിട്ടുണ്ട്. ഇനി ആകെ ഈ വരുന്ന 2-3 ദിവസം കൂടി കറക്റ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ക്ലാസ് കിട്ടുള്ളൂ. ആകെ രോമായിട്ടിരിക്കുകയാണ്. കൈ രോമുണ്ട്, കക്ഷത്തും രോമുണ്ട്, എല്ലായിടത്തും രോമുണ്ട്. ഒക്കെ ഷേവ് ചെയ്യേണ്ടി വരും. ഇപ്പൊ കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഡ്മിന്റൺ ഒഴിവാക്കേണ്ടി വരും. ഇപ്പൊ ബാഡ്മിന്റൺ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2500 രൂപ പോയി. ബാഡ്മിന്റൺ കഴിഞ്ഞതിന് ശേഷം കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യാനൊന്നും നേരം ഉണ്ടാവില്ല. ഞാൻ ഇല്ല അടുത്ത് പാടാണ് പറഞ്ഞിട്ടുണ്ട്. അവസാന നിമിഷം ഓരോ കോൺസെപ്റ്റ് പ്ലാനായിട്ട് വരുന്നു കേട്ടോ, വെച്ച് പോകണം കിട്ടി. അപ്പൊ ഈ വീഡിയോയില് നമ്മൾ കമന്റ് സെക്ഷനിൽ പോയാല് സ്ത്രീകളിൽ ഭൂരിഭാഗവും അതിനെ ശരിയാണെന്ന് പറയാം. അവരൊക്കെ അനുഭവം ഇത് തന്നെയാണ്. കല്യാണത്തിന് പോകാൻ പറ്റില്ല, ഫംഗ്ഷന് പോകാൻ പറ്റില്ല, ക്ലാസ്സിന് പോകാൻ പറ്റില്ല. സോഷ്യലി അവര് പാരലൈസ്ഡ് ആയിരിക്കുകയാണ്. അപ്പൊ ഈ സോഷ്യൽ പാരാലിസിസ് വരാനുള്ള സാമൂഹികമായ ഒരു ചലനമറ്റ അവസ്ഥ, അതിലേക്കാണ് ഇപ്പോഴത്തെ ആധുനികമായ സൗന്ദര്യഭ്രമം എത്തുന്നത് എന്നുള്ള അവസ്ഥ. ഇതിപ്പം പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട എല്ലാ സമൂഹങ്ങളിലും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പാശ്ചാത്യര് പണ്ട് ഫെമിനിസവും ലിബറലിസവും ഒക്കെ സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള ധരിക്കാം, മാന്യമായ വസ്ത്രം ധരിക്കുന്നതിലെ ഗുണങ്ങൾ എന്താണെന്നൊക്കെ തള്ളിക്കളഞ്ഞ് തോന്നിയതൊക്കെ ധരിക്കട്ടെ, ഇഷ്ടമുള്ളതൊക്കെ കാണിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ബോൾഡ് എന്നാണല്ലോ പറയാ, അങ്ങനെ വസ്ത്രം ധരിക്കുന്നത്. ആ ബോൾഡായിട്ടുള്ള കൾച്ചർ വളർത്തിയെടുത്ത് അവസാനം സ്ത്രീകൾക്ക് തന്നെ അതൊരു പ്രശ്നമായി, അതൊരു തിരിച്ചടിയായപ്പോൾ അതിൽ രചിക്കപ്പെട്ട കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഒരു കുംഭസാരം എന്ന് പറയാവുന്ന 2 പുസ്തകങ്ങളാണ് ഫെമിനിസ്റ്റുകൾ തന്നെ എഴുതിയിട്ടുള്ള 2 പുസ്തകങ്ങൾ. ഒന്ന് ഡോക്ടർ റെനി ആംഗൽ എന്ന് പറഞ്ഞിട്ട് സ്ത്രീ, അവരുടെ പുസ്തകത്തിൻ്റെ പേര് ബ്യൂട്ടി സിക്ക് എന്നാണ്. അതായത് സൗന്ദര്യത്തോടുള്ള ഭ്രമം അവസാനം മാനസികവും ശാരീരികവുമായ അസുഖങ്ങളിലേക്ക്, രോഗങ്ങളിലേക്കൊക്കെ എത്തിച്ചിരിക്കുന്നു. ഹൗ ദ കൾച്ചറൽ ഒബ്സഷൻ വിത്ത് അപ്പിയറൻസ് ഹേർട്സ് ഗേൾസ് ആൻഡ് വിമൺ എന്നുള്ളതാണ്. ഇത് ഈ സൗന്ദര്യവും അതിൻ്റെ പ്രകടനവും ആ സൗന്ദര്യത്തെ പറ്റിയുള്ള മേക്കപ്പും ഇതൊക്കെ പറ്റിയിട്ടുള്ള ചിന്തകളും ഇതൊക്കെ എങ്ങനെയാണ് പെൺകുട്ടികളെയും പെണ്ണുങ്ങളൊക്കെ ആകെ വിഷമിപ്പിക്കുന്ന, ദ്രോഹിക്കുന്ന രൂപത്തിലേക്ക് എത്തി എന്നുള്ളതാണ് പാശ്ചാത്യർ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ പാശ്ചാത്യൻ സംസ്കാരം വന്നുകൊണ്ടിരിക്കണല്ലോ. സൗന്ദര്യ പ്രകടനം, അത് ഇൻസ്റ്റയിൽ ഇടുക, ഫേസ്ബുക്കിൽ ഇടുക, ലൈക്ക് അടിക്കുക, ആൾക്കാർക്ക് സൗന്ദര്യം കാണിച്ചു കൊടുക്കുക, മേക്കപ്പ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുള്ളൂ. അത് നടത്തിയ നാടുകളിൽ പഠനം നടത്തിയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ പെണ്ണുങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഒരു പഠനം നവോമി വോൾഫിൻ്റെ ആണ്, ബ്യൂട്ടി മിത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹൗ ഇമേജസ് ഓഫ് ബ്യൂട്ടി ആർ യൂസ്ഡ് അഗൈൻസ്റ്റ് വിമൺ. ഈ പെണ്ണുങ്ങളുടെ പരസ്യങ്ങളും അവരുടെ സൗന്ദര്യ പ്രകടനങ്ങളും അവരുടെ ശരീരവും ഒക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള സിനിമകളും സീരിയലുകളും സോഷ്യൽ മീഡിയ ഇതുകളും പരസ്യങ്ങളൊക്കെ എങ്ങനെയാണ് പെണ്ണുങ്ങൾക്കെതിരായത്. പെണ്ണുങ്ങൾക്ക് എങ്ങനെ അതോടുകൂടി അവരുടെ ജീവിതം നശിച്ചു, അവരുടെ ഐഡന്റിറ്റി നശിച്ചു, അവരുടെ സമാധാനം നശിച്ചു എന്ന് പറയുന്ന കുംഭസാര പുസ്തകങ്ങൾ. അതിൽ ഒന്ന് ഇപ്പോ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ വിഷമിച്ച് മേക്കപ്പിന്റെ കാര്യമൊക്കെ പറയുന്ന ആളുകളൊന്ന് വായിക്കുന്നത് വളരെ നന്നായിരിക്കും. അതിൻ്റെ ഒരു ചെറിയ പോയിന്റുകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ബ്യൂട്ടി സിക്ക് എങ്ങനെയാണ് ഇത് രോഗമായി മാറുന്നത് എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡോക്ടർ റിനയുടെ ഈ പുസ്തകം ഓരോ കാര്യങ്ങളും പോയിന്റുകളാണ്. നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ടത്. നമ്മളെ വീട്ടിലും നമ്മളുടെ നാട്ടിലും നമ്മളുടെ സഹപാഠികളിലും ഒക്കെ ഉണ്ടാവും ഇങ്ങനെ സൗന്ദര്യത്തിൻ്റെയും ഇതിൻ്റെ ഒക്കെ ഇമേജിന് പിന്നിൽ പോകുന്ന ആളുകൾ. അവരൊക്കെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അവർ പറയാണ്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങളെപ്പോഴും അവരുടെ വെയിറ്റ്,
സ്കിന്ന്, അതുപോലെ തന്നെ ഡ്രസ്സ്, മുടി, ഇതിനൊക്കെ പറ്റിയിട്ട് വെറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകെ വ്യാകുലരായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഡോക്ടർ റീനെ പറയുന്ന ഉദാഹരണങ്ങൾ. അവർ പഠിപ്പിക്കുന്ന ഒരു പെൺകുട്ടി ഭംഗിയില്ല എന്ന് തോന്നുന്നതുകൊണ്ട് ക്ലാസ്സിൽ വരില്ല, ക്ലാസ് ആബ്സെൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ പറയുന്നത് അവർ ഒരു ഫണ്ട് റൈസിങ്, അതായത് ആഫ്രിക്കയിലും മറ്റുള്ള പാവപ്പെട്ട കുട്ടികൾക്കുള്ള ഫണ്ട് റൈസിങ്ങിൻ്റെ പരിപാടിയിൽ അവരാണ് സംഘടിപ്പിക്കുന്നത്. അതിൽ പോവണ്ട എന്ന് തോന്നി അവർക്ക്, കാരണം അവരെ കാണാൻ ഭംഗിയില്ല എന്ന് തോന്നിയിട്ടുണ്ട്. നല്ല ഡ്രസ്സ്, അത് നല്ല അപ്പിയറൻസ് ഇല്ല എന്ന് തോന്നിയപ്പോൾ അതിൽ പോലും പങ്കെടുക്കാതെ വിട്ടുനിന്നാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമാണോ നൽകുന്നത്? ഈ ഒരു വസ്ത്രം പിന്നെ സ്റ്റൈലിഷ് ആക്കുക, അവരുടെ പിന്നെ ഭംഗി പരമാവധി പ്രദർശിപ്പിക്കുക, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും കാണിക്കുക, മേക്കപ്പിൽ ഓവറായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണെന്നുള്ളതാണ് ആ പഠനങ്ങളൊക്കെ പറയുന്നത്. ഇപ്പം 5 മുതൽ വലിയ പെണ്ണുങ്ങളെ കാര്യമൊന്നുമല്ല ഇപ്പം പറയുന്നത്, 5 വയസ്സ് മുതൽ ഇത് തുടങ്ങുന്നുണ്ട്. 5 വയസ്സുള്ള പെൺകുട്ടികളിൽ 34% പെൺകുട്ടികളും ഡയറ്ററി റെസ്ട്രെയിനുകളാണ്. 34% 5 വയസ്സിൽ. അതുപോലെ തന്നെ അതിൽ ഏകദേശം 28% ആളുകൾ പെൺകുട്ടികൾ അവരുടെ ലുക്കിനെ പറ്റി പറയുന്നത്, ഞാൻ ഭംഗിയുള്ളവളാവണമെങ്കിൽ എനിക്ക് ആ സിനിമയിലും സീരിയലിലും ടി വിയിലൊക്കെ കാണുന്ന ആ പെണ്ണിൻ്റെ ശരീരം വേണം എന്നാണ് ഈ പിന്നെ 8 വയസ്സുള്ള പെൺകുട്ടികളുടെ സങ്കല്പം എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ 5ഉം 8ഉം വയസ്സുള്ള കുട്ടികളിൽ 35 എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വലിയൊരു കണക്കാണ്. അത്രയും പെൺകുട്ടികൾക്ക് ഇപ്പം അവരുടെ ശരീരം ഇഷ്ടമല്ല. കാരണം ടി വിയിൽ കാണുന്നത്, ഫാഷൻ കാണുന്നത്, സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ നല്ല ഭംഗിയുള്ള സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നല്ല വേഷങ്ങൾ, ഒരു അവയവങ്ങളുടെ ഭംഗി പോലും കാണിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ശരീരത്തെ പറ്റിയിട്ട് അവർ വളരെയധികം വിഷമിച്ച് വ്യാകുലരാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. ഒരു മിനിമം പാരാമീറ്റർ ആയിട്ട് ഇവർ കാണുന്നതൊക്കെ ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളെയാണ്. 90% സ്ത്രീകൾ, അതായത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പെണ്ണുങ്ങളിൽ 90% അവരുടെ ബോഡി പാർട്ടിൽ അവർക്ക് തീരെ ഹാപ്പി അല്ലാത്ത, അൺഹാപ്പി ആയിട്ടുള്ള ഭാഗങ്ങൾ കാണിക്കാൻ കഴിയുമെന്നാണ്. അതായത് 10% ആളുകളെ തൻ്റെ അവയവങ്ങളിലൊന്നും എനിക്ക് ഹാപ്പി അല്ലാത്തതില്ല എന്ന് പറയുന്നവരുള്ളൂ. ബാക്കി 90% സ്ത്രീകളും ഏതെങ്കിലും ഒരു അവയവത്തിൻ്റെ പേരിൽ ദുഃഖിതരാണ് എന്നാണ്. പിന്നെ മറ്റൊന്ന് 50% ആളുകൾ, റിസർച്ചേഴ്സ് പറയുന്ന ഈ ഗ്ലോബൽ നെഗറ്റീവ് ഇവാലുവേഷൻ ബോഡിനെ പറ്റിയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ നാടുകളിലും ഇത് 50%-ലേക്ക് ഉയരുന്നുണ്ട് എന്നുള്ളത് അവർ പറയാം. അപ്പം ഇതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്യൂട്ടിസിക് കൾച്ചറാണ്. ഒരു കൾച്ചർ വളർത്തിക്കൊണ്ടുവരികയാണ്. വളർത്തിക്കൊണ്ടുവരുന്ന കൾച്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളുടെ ശരീരം, നമ്മളുടെ അപ്പിയറൻസ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ് എന്നുള്ള ഇത്. അതായത് പിന്നെ ഒരു ആക്ട്രസിൻ്റെ പുതിയ ഡ്രസ്സ്, അതിന് പ്രാധാന്യം നൽകുന്ന ഒരു കൾച്ചർ. അവർ ഒരു ഷോയിലേക്ക് വന്നാൽ, ഒരു ഫംഗ്ഷനിലേക്ക് വന്നാൽ അവർ ഏത് ഡ്രസ്സ് ഇട്ടു, അത് എത്രത്തോളം ന്യൂഡാണ്, അതിലെത്രത്തോളം അവരെ ശരീരം കാണുന്നുണ്ട്, കാണുന്ന ശരീരത്തിന് എത്ര ഭംഗിയുണ്ട് എന്നൊക്കെ നോക്കുന്ന, അംഗലാവണ്യങ്ങൾ നോക്കുന്ന, അതിനെ അളക്കുന്ന, അതിനെ ഐഡിയലായിട്ട് കാണുന്ന സംസ്കാരമാണ് ഈ സിക്നെസ് വളർത്തുന്നതെന്ന് നമ്മളാരും പറയുന്നതല്ല, ഈ ഫെമിനിസ്റ്റുകൾ തന്നെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഈ സെലിബ്രിറ്റികളുടെ പ്രഭാവത്തിനനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 70% ഒരു പഠനത്തിൽ പറയുന്നതാണ്, 70% സ്ത്രീകൾ അവർ പിന്നെ ട്രീറ്റഡ് ബെറ്റർ ബൈ അതേഴ്സ് ഇഫ് ദേ ലുക്ക്, മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് കാണാൻ ഭംഗിയുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്നോട് നന്നായി പെരുമാറുന്നു എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് അത്രയും സ്ത്രീകൾ. അതായത് എനിക്ക് കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല രൂപത്തിൽ എന്നെ ട്രീറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ള സങ്കല്പമാണുള്ളത്. അല്ലെങ്കിൽ എന്നെ ആരും നോക്കൂല, ഇപ്പൊ ആ റീലിൽ പറഞ്ഞ പോലെ എന്നെ ആരും നോക്കൂല, എന്നെ ആരും മൈൻഡ് ചെയ്യില്ല എന്നുള്ള ഒരു ചിന്ത വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള പറയുന്നുണ്ട്. പിന്നെ ഗബ്രിയൽ എന്ന് പറഞ്ഞിട്ടൊരു അഡോൾസൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ അനുഭവം പറയാണ്. അവര് പിന്നെ അഡോൾസൻസിലേക്ക് കടക്കുന്ന സമയത്ത് അവരുടെ അപ്പിയറൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി, അതൊക്കെ നല്ല ഭംഗിയാക്കാൻ തുടങ്ങി, മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. അത് പിന്നെ ഇൻസ്റ്റയിലും മറ്റുമൊക്കെ ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പല ആളുകളും നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റൊക്കെ ഇട്ടു. അതിലേക്ക്
കൊളത്തപ്പെടാണ് ആ സ്ത്രീ. പിന്നീട് അവരുടെ ഇതില് ഗ്രീഡാണ് വരുന്നത്. പിന്നെ അവർക്ക് ഒരു സംതൃപ്തി ഇല്ല, ഇന്നുള്ള ഭംഗി പോരാ നാളെ, പിന്നെ മറ്റന്നാള് വേറെ ഭംഗി വേണം, മറ്റന്നാൾ വേറെ വസ്ത്രം വേണം. ഇങ്ങനെയൊക്കെ ഇൻസ്റ്റയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന പെൺകുട്ടികൾ വലയത്തിൽപ്പെട്ട് പിന്നീട് ഒരിക്കലും പിന്നെ ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഒരു അസംതൃപ്തിയോ സ്വന്തത്തെ പറ്റിയിട്ടില്ലാത്ത രൂപത്തിലേക്ക് ആ പെൺകുട്ടി പോയി എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് ആ പെൺകുട്ടി പറയാണ്, കോസ്മോ ഗേൾ എന്ന് പറഞ്ഞിട്ടൊരു മാഗസീൻ ഉണ്ട്, ആ മാഗസീൻ എനിക്ക് ബൈബിൾ പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത്രയും പവിത്രമായിട്ട് ഈ ഫാഷൻ കൾച്ചറിനെയും സൗന്ദര്യത്തെയൊക്കെ കാണുന്ന രൂപത്തിലേക്ക് പോവാണ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു മനുഷ്യൻ എത്രത്തോളം അടിമപ്പെടാണ് ഈ ഇതിലൂടെ, ഈ സ്വതന്ത്ര ആവിഷ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് സൗന്ദര്യ പ്രകടനവും പ്രദർശനമൊക്കെ നടത്തപ്പെടുന്നതിലൂടെ സ്ത്രീ അടിമപ്പെടാണ്. അപ്പൊ അവര് സ്വതന്ത്ര സ്ത്രീകൾ അവർക്ക് ഇഷ്ടമുള്ള ഇടാം. നമ്മള് ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ കണ്ടില്ല, അവര് പർദ്ദട്ട് നടക്കണം അല്ലെങ്കിൽ ഹിജാബ് ധരിച്ച് നടക്കണം, അവരൊക്കെ എത്ര കുടിസമായ ജീവിതമാണ് നയിക്കണം എന്ന് പറയുന്ന സ്ത്രീകള് അവരക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്, ഒരു അടിമപ്പെട്ട് ഇരിക്കുകയാണെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അടിമത്വം അവിടെ വളർന്നു വരികയാണ് എന്നുള്ളതാണ് ഈ പെണ്ണ് പങ്കുവെക്കുന്നത്. കാരണം മറ്റുള്ള ആളുകളുടെ അടുക്കൽ ഒന്ന് പരിഗണിക്കപ്പെടണമെങ്കിൽ പോലും നല്ല സൗന്ദര്യമാണ്, മറ്റുള്ളവരോട് കിടത്ത് നിൽക്കാൻ പറ്റുന്ന സൗന്ദര്യമാണ്. ഇല്ലെങ്കിൽ നമ്മളൊന്ന് മാറ്റി നിർത്തപ്പെടുന്ന അപരവൽക്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥ പല സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട്. അത് അനുഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള സൗന്ദര്യ സങ്കല്പങ്ങളുടെ അതിപ്രസരമാണ്. അതേപോലെ അങ്കലാവണ്യങ്ങൾ കാണിക്കുന്ന സെലിബ്രിറ്റീസിനെ കുറിച്ച് അതെന്നൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഹിജാബ് അടിമത്താണ് എന്ന് പറയുമ്പോ അവിടെ യഥാർത്ഥത്തിൽ തന്റെ സൃഷ്ടാവിനോടുള്ള അടിമത്താണ്. അതുകൊണ്ട് സമൂഹത്തിനോട് അടിമപ്പെടുന്ന ഒരു അവസ്ഥ ഒരു സ്ത്രീക്ക് വരുന്നില്ല. എന്നാൽ മറ്റേ കേസിൽ സമൂഹത്തിലുള്ള സങ്കല്പങ്ങളോടാണ് അടിമപ്പെടാണ്. ആ അടിമത്തം അവളെ സമാധാനമില്ലാത്ത സംതൃപ്തിയല്ലാത്തൊരു പെണ്ണാക്കി മാറ്റാണ്. അപ്പൊ ഇതിലേതാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ അടിമത്തം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതുപോലെ 85 മുതൽ 90% പിന്നെ കോസ്മെറ്റിക് സർജറികൾ നടത്തുന്നത് സ്ത്രീകളാണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. എത്ര ശതമാനം? 85 മുതൽ 90%. എന്ന് വെച്ചാൽ ആണുങ്ങൾ ഇത് നടത്തുന്നേ ഇല്ല, അവർക്ക് അതിന്റെ ആവശ്യമില്ല എന്നാണ് അവർക്ക് തോന്നുന്നത്. അതുപോലെ അനറക്സിയ, ബുലിമിയ പോലെയുള്ള അസുഖങ്ങൾ കൂടുതലും സ്ത്രീകളിലാണുള്ളത്. അവരാണ് പട്ടിണി കിടക്കുന്നത്, അവരാണ് ശരീരം മെലിയാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ റിസർച്ചേഴ്സ് പറയുന്നത് നോർമറ്റീവ് ഡിസ്കണ്ടന്റ് എന്നുള്ളതാണ്. 2 ജെൻഡറുകൾ വളർന്നു വരുമ്പോൾ ഒരു ജെൻഡറിന് മാത്രം ഇത്തരത്തിൽ അസംതൃപ്തി അവരുടെ ലുക്ക് കൊണ്ട്, അപ്പിയറൻസ് കൊണ്ട് വളർത്താൻ ഈ സൗന്ദര്യ പ്രദർശന സംസ്കാരം വഴിവെക്കാണ്. പുരുഷന് അതിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഇതിൽ കുറെ കണക്കുകളാണ് കേട്ടോ. ഇത് 54% സ്ത്രീകൾ അവര് എസ്ക്വയർ മാഗസിൻ 1994 വിട്ടൊരു കണക്കാണ്. അവരുടെ മേല് ലോറി കയറുന്നതാണ് അവർക്ക്, ഞാൻ തമാശയായിട്ട് ഇങ്ങനെ പറയില്ല, ലോറി കയറുന്നതാണ് കലോറി കയറുന്നതിനേക്കാൾ അവർക്ക് കുഴപ്പമില്ലാത്തത്. ഇത് യഥാർത്ഥത്തിലുള്ളൊരു കണക്ക് ഇവർ ഉദ്ധരിച്ചതാണ്. എന്ന് വെച്ചാൽ ഒരു ലോറി വന്ന് ഇടിച്ചാല് അതാണ് അവർക്ക് അത്ര വിഷമില്ലാത്തത് തടി കൂടുന്നതിനേക്കാൾ എന്ന കണക്ക് പോലും പിന്നെ കാണാൻ പറ്റും. അതുപോലെ മറ്റൊരു കണക്ക് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനത്തിൽ പറയുന്നത് ബേത്തിങ് സ്യൂട്ട് ഇട്ടുകൊണ്ട് ആണും പെണ്ണും നിന്നുകൊണ്ടുള്ള ഒരു പരീക്ഷണമാണ്. അപ്പം അതിൽ ബേത്തിങ് സ്യൂട്ട് ഇടുന്ന സമയത്ത് ഒരു കണ്ണാടി ഫ്രണ്ടിൽ വെക്കണം. ആ കണ്ണാടിയിൽ ആണും പെണ്ണും കുളിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നീന്താൻ വേണ്ടിയിട്ട് ഇടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് സ്വന്തത്തെ നോക്കി നിൽക്കണം. ഇതാണ് പരീക്ഷണം. അപ്പൊ ഈ പരീക്ഷണത്തിൽ കണ്ടതെന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ ഇത് കാണുമ്പോൾ അവരുടെ ശരീരം അങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുന്ന കാണുമ്പോൾ ഡിസ്കസ്റ്റും ആംഗ്രിയും ഒക്കെ റിവോൾട്ടഡും ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ആണിനത് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഈ നഗ്നത പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ പ്രകടിപ്പിക്കുന്നത് പുരുഷന് അത്ര പ്രശ്നം വരുന്നില്ലെങ്കിലും സ്ത്രീക്ക് അത് സ്വന്തത്തോട് തന്നെ ദേഷ്യവും വെറുപ്പും ഒക്കെ ഉളവാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആ പഠനം സൂചിപ്പിക്കുകയാണ്. അതായത് എക്സ്പെക്ടേഷൻ അനുസരിച്ച് അത് ഉയർന്നില്ല എന്നുള്ള, ശരീരത്തിന് സൗന്ദര്യം ഉയർന്നില്ല എന്നുള്ളൊരു അവരെ മനസ്സിലൊരു ഫീലിംഗ് ഓഫ് ഗേസ്റ്റ് എന്ന് പറയുന്ന സാധനം വരുന്നു എന്നുള്ളതാണ്. എന്നെ കാണുന്നുണ്ട്, ആരൊക്കെയോ നോക്കുന്നുണ്ട് എന്ന ഫീലിംഗ് വരുന്നു. അവർക്ക് അങ്ങനെ നോക്കുന്നു എന്നൊരു ഫീല് അവർക്ക് കിട്ടുന്നില്ല. ഏകദേശം 18-19 വയസ്സുള്ള പെണ്ണുങ്ങളെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അവരുടെ പഠനങ്ങൾ നടത്തിയപ്പോൾ 40% പെണ്ണുങ്ങളും
ഫ്രീക്വന്റ്ലി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഓൾവേസ് ആരോ എന്നെ നോക്കുന്നുണ്ട് എന്ന ചിന്ത അവരുടെ മനസ്സിലുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ആലോചിച്ച് നോക്ക്, ഹിജാബ് ഇട്ടൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേടി തന്നെ ആരോ നോക്കുന്നു എന്ന് ഏത് നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹിജാബ് ഇട്ട സ്ത്രീക്ക് എത്ര സുരക്ഷിതത്വം അവളുടെ മനസ്സിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതല്ലേ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം. അല്ലാതെ എപ്പോഴും ഒരാൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വസ്ത്രം ധരിക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ആ വസ്ത്രം എന്ത് സ്വാതന്ത്ര്യമാണ് ഒരു പെണ്ണിന് തരുന്നത് എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു ഇതെന്താണെന്ന് വെച്ചാൽ എലവേറ്റർ ഐസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതി ഉണ്ട്. ഈ പാശ്ചാത്യ നാടുകളിൽ ഈ വസ്ത്രം ഇങ്ങനെ ഒരു പലതുമായിട്ട് നടക്കുന്ന നാടുകളിലുള്ള പെണ്ണുങ്ങൾ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു സാധനമാണ് എലവേറ്റർ ഐസ് എന്നാണ്. എലവേറ്റർ ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റേ എലവേറ്റർ അടിക്കും മോളിക്കൊക്കെ പോകില്ലേ, അതേപോലെ അവിടുത്തെ പുരുഷന്മാര് അവരെ നോക്കോത്തര ആ നോട്ടം അവർ വിശദീകരിക്കുന്നുണ്ട്. അതായത് മുഖത്തുനിന്ന് തുടങ്ങും, മുഖത്തുനിന്ന് തുടങ്ങിയിട്ട് അടിക്ക് ഇങ്ങനെ വന്ന് ഇതിനാണ് എലവേറ്റർ ഐസ് എന്ന് പറയുന്നത്. ഇതൊരു സോഷ്യൽ നോർമലായൊരു സോഷ്യൽ കാര്യമായി മാറി. അതുകൊണ്ട് എല്ലാ പെണ്ണുങ്ങളും യോജിച്ച് പറയാണ് എലവേറ്റർ ഐസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ മാത്രമല്ല കാറ്റ് കോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നു പോണതിന്റെ ഇടയിൽ എന്തെങ്കിലും കമന്റ് അടിക്കുക, അത് ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് പാശ്ചാത്യ നാടുകളിൽ നടക്കുന്നുണ്ട്. ചിലപ്പോൾ അത് വളരെ നോർമൽ ആയിരിക്കും, ലുക്കിംഗ് ഗുഡ് എന്നായിരിക്കും, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്നായിരിക്കും. അതല്ലെങ്കിൽ പാർട്ട് എടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഇത്, അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒഹയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനത്തിൽ കാണിക്കുന്നത്. പിന്നെ സെക്ഷൽ ഒബ്ജക്ടിഫയിങ് ഇഷ്ടംപോലെ സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കാറ്റ് കോളിങ് ഒരു 70% പെണ്ണുങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള കാറ്റ് കോളിങ് കിട്ടിയിട്ടുണ്ട്. ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന 70% പെണ്ണുങ്ങളും കാറ്റ് കോളിങ്ങിന് വിധേയമായിട്ടുണ്ട്. ഇതൊന്നും നമ്മളെ നാട്ടിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം നമ്മൾ വസ്ത്രവും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ ആവുന്നു അത്രത്തോളം കാറ്റ് കോളിങ് അനുഭവിക്കേണ്ടി വരുന്നത്. ഒരു ന്യൂയോർക്ക് പെൺകുട്ടിയായിട്ടുള്ള എറിൻ പറയുന്നത് 12 വയസ്സിൽ എനിക്ക് ആദ്യത്തെ കാറ്റ് കോളിങ് കിട്ടി. ചെറുപ്രായത്തിൽ തന്നെ കാറ്റ് കോളിങ് തുടങ്ങുന്ന ഒരു സമൂഹമായിട്ട് ആ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ US പെണ്ണുങ്ങളെ പറ്റിയിട്ട് കോർണൽ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനം, അതിൽ പറയുന്ന 85% പെണ്ണുങ്ങളും സ്ട്രീറ്റ് ഹറാസ്മെന്റ് അനുഭവിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ കാറ്റ് കോളിംഗ് 85%. കാറ്റ് കോളിംഗ് ജസ്റ്റ് കമന്റ് ആയിരിക്കാം, ചിലപ്പോൾ തോണ്ടലായിരിക്കാം, ചിലപ്പോൾ പിടുത്തായിരിക്കും, അങ്ങനെ പല രൂപത്തിലുള്ള ഇത് ഏതെങ്കിലും ഒന്ന് 85%, ആകെ 15% സ്ത്രീകളെ സുരക്ഷിതരുള്ളൂ ആ നാട്ടിൽ. ഇതൊക്കെയാണ് ഒരു വികസിത രാജ്യത്ത്. നമ്മളെ നാട്ടിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഒരു വസ്ത്രം ധരിച്ചാല്, സ്വിം സ്യൂട്ട് ധരിച്ചാല്, ബിക്കിനി ധരിച്ചാല് നമ്മളെ നാട്ടിലെ പ്രശ്നമുള്ളൂ. അവിടെയൊക്കെ നോക്ക് എത്ര സുന്ദരമായിട്ടാണ് അവർ ജീവിക്കുന്നത്. 15% പെണ്ണുങ്ങളെ സുരക്ഷിതരായിട്ടുള്ളൂന്ന് കോർണൽ യൂണിവേഴ്സിറ്റി പോലെയുള്ള റെപ്യൂട്ടഡ് ആയ യൂണിവേഴ്സിറ്റിയുടെ പഠനം പറയാണ്. അപ്പൊ അത്രയും അവര് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹഫിംഗ്ടൺ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ ഇതിന്റെ എഡിറ്റർ, ഒരു ജേണലിന്റെ എഡിറ്റർ എലന വെഗിയാനോസ് എന്നാണ് അവരുടെ പേര്. എലന വെഗിയാനോസിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അതായത് അവര് ഒരു ഹാഷ്ടാഗ് നടത്തി. ഹാഷ്ടാഗ് ഫസ്റ്റ് ടൈം ഐ വാസ് കാറ്റ് കോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഹാഷ്ടാഗ്. ഈ ഹാഷ്ടാഗ് നടത്തിയ ആദ്യമായിട്ട് പിന്നെ കാറ്റ് കോളിംഗ് കിട്ടിയവരൊക്കെ അതിൽ ഹാഷ്ടാഗ് ചെയ്ത് ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ എനിക്ക് ഇന്ന പ്രായത്തിലാണ്, എനിക്ക് ആദ്യമായിട്ട് സെക്ഷൽ ഇത് എന്നെ സെക്ഷലി കമൻ്റ് അടിച്ചത് ഈ പ്രായത്തിലാണ് എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു മനുഷ്യന് സമാധാനം ഇല്ലാത്ത ഒരു ഭീകര വസ്തുവായിട്ട് പെണ്ണിന്റെ ശരീരവും പെണ്ണിന്റെ വസ്ത്രവും സൗന്ദര്യമൊക്കെ മാറുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സാധാരണ പറയാറുള്ള സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാറുള്ള സാധനമാണ് ഈ ഒബ്ജക്റ്റിഫിക്കേഷൻ എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഐറ്റം ഡാൻസുകളാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും വിമർശനങ്ങൾ വരാണ്, സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വിമർശനങ്ങൾ വരാറുണ്ട്. പക്ഷെ ശരിക്കും ഈ ഒബ്ജക്റ്റിഫിക്കേഷൻ മറ്റുള്ള ആളുകൾ മാത്രമല്ലല്ലോ നടത്തുക. ചില സമയത്ത് ആ സ്ത്രീകൾ തന്നെ സ്വയം അറിയാതെ അവർ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന അവസ്ഥകളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ നമ്മൾ പുരുഷന്മാർ സാധാരണ നമ്മുടെയൊക്കെ കാര്യത്തിൽ നമ്മൾ സാധാരണ നമ്മളെ ശരീരം ഇതിൻ്റെ ഭാഗമാണ് എന്ന രൂപത്തിൽ നമ്മൾ അതിനൊരു കെയർ കൊടുക്കും, അത്രയേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിഫൈ ചെയ്ത് ഇവിടെ ഒരു ചെറിയ കുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കൺസേൺ ഉണ്ടാവില്ല അതിൽ. പക്ഷേ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഓരോ ശരീരത്തിലെ അവയവത്തിനും ഭയങ്കര ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയില്ല അല്ലേ? അതിനെ കുറിച്ച് പഠനങ്ങളുണ്ടോ?
സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ വളരെയധികം ശക്തമായിട്ട് അതായത് ആത്മപദാർത്ഥവൽക്കരണം. വേറെ ഏതെങ്കിലും ആണുങ്ങൾ വന്നിട്ട് ശരീരത്തെ കമന്റ് ചെയ്യലല്ല, സ്വന്തമായി തന്നെ ശരീരത്തെ പദാർത്ഥവൽക്കരിച്ച് കാണുന്ന അവസ്ഥ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്ത്രീകൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ബോഡിയെ പറ്റിയിട്ട് റെഫർ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ കൈ എങ്ങനെയാണോ, എൻ്റെ വയറ് ചുക്കിയിട്ടാണോ പിടിച്ചിട്ടുള്ളത്, എൻ്റെ കാലെങ്ങനെ ഉണ്ട്, വല്ല രോമോ അവിടെ ഉണ്ടോ, ഇങ്ങനെ ഓരോന്നും വസ്തുവൽക്കരിച്ച് പദാർത്ഥവൽക്കരിച്ച് കാണുന്ന ഒരവസ്ഥയിലേക്ക് സ്ത്രീകൾ സ്വമേധയാ പോവാണ്. വേറെ ആരെങ്കിലും ആണുങ്ങൾ വന്നിട്ട് ചെയ്യേണ്ട കാര്യമില്ല, പെണ്ണുങ്ങൾ തന്നെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മള് സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള ന്യൂനതകൾ എനിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുപോലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് സ്വയം സെൽഫ് ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന അവസ്ഥ ഉണ്ട് എന്നുള്ളത്. ഇതിൽ ഇപ്പം യൂണിവേഴ്സിറ്റി ഓഫ് വിസ്കോസിൻ അവർ നടത്തിയ പഠനത്തിൽ പറയുന്നത് ഒരു ദിവസം തന്നെ ഒരു സ്ത്രീ ഒന്നിലേറെ തവണ സെൽഫ് ഒബ്ജക്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാശ്ചാത്യൻ സ്ത്രീ അവരിങ്ങനെ എപ്പോഴും എൻ്റെ വസ്ത്രം ശരിയാണോ, എൻ്റെ വസ്ത്രത്തിന് ആ ഭാഗം കയറിയിട്ടുണ്ടോ, ഈ ഭാഗം ഇറങ്ങിയിട്ടുണ്ടോ, ഇത് ശരിക്കും നിൽക്കണുണ്ടോ, അതുപോലെ തന്നെ എങ്ങനെ ഉണ്ട് എന്നെ കാണാൻ എന്നുള്ളതിനെ പറ്റി ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള പഠനം വരുന്നുണ്ട്. അപ്പം എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ശ്രദ്ധ ബുദ്ധിമര്യാദക്ക് വർക്ക് ചെയ്യാത്ത രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പഠനം പറയുന്നത്. അതായത് നമുക്ക് ഒരു സ്ട്രൂപ്പ് ടെസ്റ്റ് എന്നൊരു സാധനമുണ്ട്, സ്ട്രൂപ്പ് ടെസ്റ്റ്. ഈ ടെസ്റ്റിന്റെ പ്രത്യേകത നമ്മളുടെ മെന്റൽ റിസോഴ്സസ് എത്ര ഉണ്ട്, നമ്മൾ ബുദ്ധിപരമായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, അതിനുള്ള കഴിവ് എത്ര ഉണ്ട് എന്നൊക്കെയുള്ള പഠനമാണ്. അപ്പൊ ആ പഠനത്തിൽ എന്താണെന്ന് വെച്ചാൽ ആ പഠനം നടത്തണമെങ്കിൽ നമുക്ക് പിന്നെ ഫോക്കസ് വേണം, നല്ല കോൺസെൻട്രേഷൻ വേണം. അപ്പൊ ബുദ്ധി ഉപയോഗിക്കുക, പഠിക്കുക, ചിന്തിക്കുക, ഇതിനൊക്കെ ബുദ്ധി ഫ്രീ ആയി നിൽക്കണമല്ലോ. അതുപോലും നഷ്ടപ്പെടാണ് ഈ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ കാരണം. ഡിസ്ട്രാക്റ്റഡ് ആയി പോവാണ് ശരീരത്തെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട്. ഇപ്പൊ ഈ സ്ട്രൂപ്പ് ടെസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ലെറ്റർ എഴുതുക, ആ ലെറ്റർ പല കളറിലാണ് എഴുതുക, എന്നിട്ട് അത് ഏത് കളറാണെന്ന് പറയണം. സിമ്പിൾ ആയിരിക്കും, പക്ഷെ ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കളറിന്റെ പദമാണ് എഴുതുന്നത്. ഇപ്പൊ യെല്ലോന്ന് എഴുതിയിട്ടുണ്ടാവും, അത് ബ്ലൂ കളറിലേക്ക് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് പറയണം ഇത് ബ്ലൂ ആണെന്ന് പറയണം, യെല്ലോന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവും. അപ്പൊ കുറച്ച് പ്രയാസം ഉണ്ടല്ലോ, ഫോക്കസ് ചെയ്യണം. ഈ പണി ചെയ്യിപ്പിച്ചപ്പോ സ്ത്രീകളെ സാധാരണ വസ്ത്രം ധരിച്ചിട്ട് ഇത് ചെയ്യിപ്പിച്ച് ടെസ്റ്റ് ചെയ്യിപ്പിച്ച്. അപ്പൊ പെണ്ണുങ്ങൾക്ക് മര്യാദക്ക് പറയാൻ പറ്റുന്നുണ്ട്, ബ്ലൂന്ന് എഴുതിയിട്ടുണ്ട്, കളറ് വൈറ്റ് ആണ്, അപ്പൊ അവര് വൈറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് അവരെ ബേത്തിങ് സൂട്ട് ഇട്ട്, അതായത് വസ്ത്രം ശരീരം ഭാഗങ്ങൾ കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ട് ഇതേ പണി തന്നെ ചെയ്യിപ്പിച്ച്. അപ്പൊ ഇവർക്ക് പറ്റണില്ല, ഇവര് തെറ്റിപ്പോവാണ്. കാരണം എന്താണ്, ബോഡി മോണിറ്ററിംഗ് ആണ്. ആ സമയത്ത് ബോഡിയെ പറ്റിയാണ് ചിന്ത. അപ്പൊ ഒന്ന് പഠിക്കാൻ പോലും, ഒരു ക്ലാസ്സിലിരിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിപരമായ കാര്യം ചെയ്യുന്ന, ചിന്തിക്കുന്ന, എന്തെങ്കിലും ബുദ്ധിപരമായ ഒരു കാര്യം ചെയ്യുന്ന പെണ്ണിന് അത് പൂർണ്ണമായും ചെയ്യാൻ കഴിയില്ല. അവളുടെ വസ്ത്രത്തിന്റെ പിന്നെ വസ്ത്രത്തിൽ എന്തൊക്കെ ശരീരഭാഗങ്ങൾ പുറത്ത് കാണിക്കുന്നു അതിനനുസരിച്ച് അവളുടെ എഫിക്കസി കുറഞ്ഞുകൊണ്ട് ലോവർ സെൽഫ് എഫിക്കസി ഉണ്ടാവുന്നു. അതായത് നമ്മളുടെ കഴിവിനെ പറ്റിയിട്ടുള്ള ചിന്ത, വിശ്വാസം അത് നഷ്ടപ്പെടുന്നു എന്ന് യെയിൽ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചർമാർ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നു എന്നും യെയിൽ യൂണിവേഴ്സിറ്റിയിലെ പിന്നെ റിസർച്ചർമാർ കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്കെത്ര കഴിവുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ചിന്തിക്കാനും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും കഴിയുന്നില്ല. എപ്പോഴും ഈ ഒരു ചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത് എന്നുള്ളത് ആ പഠനങ്ങളിൽ കാണുന്നുണ്ട്. സ്ത്രീകൾ സ്വന്തം ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ട് അവർക്ക് അവരുടെ വികാരങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട് എന്നുള്ള പഠനമൊക്കെ വരുന്നുണ്ട്. ഉദാഹരണത്തിന് കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിൽ ഒരു പെണ്ണ് സെൽഫ് ഒബ്ജക്റ്റിഫൈ ചെയ്യുമ്പോൾ അവളുടെ സൗന്ദര്യത്തെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വ്യാകുലമായി അതിനെപ്പറ്റി ഓവർ കൺസേൺഡ് ആയി നിൽക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന് പിന്നെ ഇന്റേണൽ സ്റ്റേറ്റ്സ്, അവളുടെ ആന്തരികമായ അവസ്ഥകൾ തിരിച്ചറിയാനുള്ള കഴിവ് കുറയുന്നു എന്നുള്ളതാണ്. എനിക്ക് വിശക്കുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് കുറയും. അതുപോലെ തന്നെ എൻ്റെ ഇമോഷൻസ് എന്താണ്, ഞാൻ ഇപ്പൊ ദുഃഖിച്ചിട്ടാണോ, ദേഷ്യപ്പെട്ടിട്ടാണോ, സന്തോഷത്തിലാണോ, ഇതൊന്നും സ്വന്തം തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ മനസ്സ് അത്രയും ഒക്യുപ്പൈഡ് ആയി പോകുന്ന അവസ്ഥയിലേക്ക്, അപ്പോൾ സ്വന്തം വികാരങ്ങളും വിശപ്പ് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഒരു സ്ത്രീ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷനിലൂടെ കടന്നു ചെല്ലുന്നു എന്നുള്ളത് ഒരു യൂണിവേഴ്സിറ്റിയുടെ പഠനം തന്നെ തെളിയിക്കുന്നു എന്നുള്ളത് കാണാം. അതുപോലെ സ്ത്രീകളുടെ ഒഴിവ് സമയത്തെ പറ്റിയിട്ട് ഈ പഠനത്തിൽ പറയുന്നുണ്ട്. അതായത്
യൂണിവേഴ്സിറ്റി ഓഫ് മാരിലാൻഡ് നടത്തിയ ഒരു പഠനം. അവർ നടത്തിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ 1000 ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വെച്ചിട്ടാണ് അവർ പഠനം നടത്തിയത്. അപ്പോൾ ഒഴിവ് സമയം എത്ര കിട്ടുന്നുണ്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും നോക്കിയപ്പോൾ പുരുഷന് ഒരു 164 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മണിക്കൂർ ഒരു ദിവസം കിട്ടുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കിട്ടുന്നുണ്ട് പുരുഷന് കിട്ടുന്നുണ്ട് ഒഴിവ് സമയം. അതെ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 ആഴ്ച സമയം പെയ്ഡ് വെക്കേഷൻ്റെ ഫുൾ വർക്കറായിട്ടുള്ള ഒരാൾക്ക് 4 ആഴ്ചത്തെ പെയ്ഡ് വെക്കേഷൻ എത്ര ഉണ്ടാവും അത്രയും സമയം ഒരു പുരുഷന് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു സ്ത്രീക്ക് എപ്പോഴും ഓൾവേസ് ഫീൽ റെസ്റ്റ് എന്നാണ് ആ സ്ത്രീകൾ പറയുന്നത്. എനിക്ക് എപ്പോഴും ഞാൻ തിരക്കിട്ടിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതിന് മെയിൻ കാരണം എന്താണ്, 55 മിനിറ്റ്സ് ഒരു US വുമൺ, ഒരു അമേരിക്കയിലെ സ്ത്രീ ഏകദേശം 55 മിനിറ്റ് റെഡി ആവാൻ വേണ്ടിയിട്ട് ആവറേജ് ടൈമാണ് ആവറേജ് ടൈം ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ ഏകദേശം 1 മണിക്കൂറിന്റെ അടുത്ത് അത്രയും സമയം ആ സ്ത്രീ ഇങ്ങനെ ദിവസത്തിൽ. അപ്പൊ ഒരു 2 full weeks a year 2 full weeks a year ഒരു പെണ്ണ് മേക്കപ്പിന് വേണ്ടിയിട്ട് അമേരിക്കൻ പെണ്ണ് സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. പിന്നെ ഒരു ബ്രിട്ടീഷ് മാർക്കറ്റിംഗ് റിസർച്ച് നടത്തിയ ഒരു സർവേ പ്രകാരം അവർ പറയുന്നത് 2 years ജീവിതത്തിന്റെ 2 വർഷം ഒരു പെണ്ണ് മേക്കപ്പ് ചെയ്തുകൊണ്ട് കളയുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ പുരുഷന്മാർക്ക് അവിടെ ഒഴിവ് സമയം കുറച്ച് കൂടുതൽ, കുറേ ഒഴിവ് സമയം അവർക്ക് കിട്ടുന്നു. അതേസമയം സ്ത്രീകൾ മേക്കപ്പ് ചെയ്യുന്ന ആ ഭംഗിയെയും വസ്ത്രത്തെയും ഒക്കെ കൺസേൺഡ് ആയിട്ടുള്ള സ്ത്രീക്ക് അത്രയും സമയം ജീവിതത്തിൽ ഒരു 2 വർഷമൊക്കെ മേക്കപ്പ് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ എത്ര വലുതാണെന്ന് ആലോചിച്ചു. അപ്പൊ അത്രയും പോകുന്നുണ്ട് എന്നുള്ളത് കാണാം. അതായത് സമയനഷ്ടം മാത്രമല്ല, സാമ്പത്തിക നഷ്ടവും ഈ കൂട്ടത്തിൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഇപ്പോൾ കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ട് 60 ബില്യനാണ് അമേരിക്കയിൽ മാത്രമായിട്ട് 1000 ചില്ലാനും കോടി ആണ് 2015 മാത്രം. അതിൽ 8 ബില്യൺ US ഡോളറാണ് മേക്കപ്പിന് മാത്രം, ടച്ചിങ്സിന് മാത്രമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളതെന്ന് കാണാം. അതിന് പുറമെ ഈ എൻഹാൻസ്മെന്റ് സർജറികൾ അങ്ങനത്തെ കാര്യങ്ങൾ നടക്കും. അതൊക്കെ വേറെയും റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്ത്രീയെ ശരിക്കും പറഞ്ഞാൽ അവളുടെ ഇപ്പൊ ബ്യൂട്ടി മിത്തിൽ പറയുന്നുണ്ട്, ഒരു സ്ത്രീക്ക് ശമ്പളം കിട്ടുന്നതിൽ പകുതി അല്ലെങ്കിൽ അതിലേറെ അവൾ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണെന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ദാരിദ്ര്യ രൂപത്തിലേക്ക് അവൾ ഈ മേക്കപ്പ് കാരണം അല്ലെങ്കിൽ വസ്ത്രത്തിന്റെ സൗന്ദര്യത്തിന്റെ ഭ്രമം കാരണം അവളുടെ സാലറിയുടെ അവളുടെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം മാറ്റിവെച്ച് ദാരിദ്ര്യത്തിലേക്ക് ആ പെണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ബ്യൂട്ടി മിത്തിൽ പറയുന്നുണ്ട്. ഇപ്പൊ UK നടന്ന ഒരു പഠനത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിലോ ഒക്കെ സൗന്ദര്യം ഉള്ള നല്ല ഭംഗിയുള്ള ഐഡിയലായിട്ട് പ്രദർശിപ്പിക്കപ്പെടുന്ന സ്ത്രീകളെ കാണുമ്പോൾ സ്ത്രീകളുടെ 10 മിനിറ്റ് കണ്ടാൽ മതി എങ്കിൽ തന്നെ സ്ത്രീകളുടെ മൂഡ് മോശമാവാണ്, അവർക്ക് അസംതൃപ്തി ഉണ്ടാവാണ്. അതായത് ഒരു നല്ല സുന്ദരിയായ ഒരു സെലിബ്രിറ്റീനെ ഒരു 10 മിനിറ്റ് കാണുന്നു, അത് കാണുമ്പോഴേക്കും ഇവിടെ വേറെ സ്ത്രീകൾക്ക് ഭയങ്കര അസംതൃപ്തി ഉണ്ടാവും. അതെ, അവരുടെ ശരീരത്തെ പറ്റിയിട്ട് അവർക്ക് വിഷമം വരാം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അതൊരു അസൂയ പോലെയല്ല, നേരെ മറിച്ച് എനിക്ക് ഇത് ഇല്ലല്ലോ, അപ്പൊ ഞാൻ മോശമാണ്, എന്റെ ശരീരം മോശമാണ് എന്നുള്ള ചിന്ത അവർക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഇത് US കോളേജ് സ്റ്റുഡൻസിൽ നടത്തിയ പഠനത്തിലും ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ കയറി ഇറങ്ങുന്നതോടുകൂടി പെണ്ണുങ്ങളുടെ സംതൃപ്തിയൊക്കെ നഷ്ടപ്പെടുന്നു. ഇത് സ്ത്രീകൾക്ക് ഇങ്ങനെ നടക്കുന്നെങ്കിൽ പുരുഷന്മാർക്ക് വേറെ രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബസ് ലാബ് നടത്തിയ, അതായത് ഡേവിഡ് ബസ് എന്ന് പറഞ്ഞ ഉണ്ടല്ലോ, അയാൾ നടത്തിയ ഒരു പഠനത്തിൽ എന്താണെന്ന് വെച്ചാൽ ലാബിലേക്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ള സ്ത്രീകളുടെ ഒരു നഗ്നത ഇതൊന്നുമല്ല കാണുന്നത്, നേരെ മറിച്ച് ഭംഗിയുള്ള സ്ത്രീകളുടെ ഫോട്ടോകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ കടന്നു വരുന്നതിന് മുമ്പ് സ്വന്തം ഇണയെ പറ്റിയിട്ട് റേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ അതിൽ 10ൽ 9 റേറ്റ് ചെയ്തവരുണ്ടാവും, 10 റേറ്റ് ചെയ്തവരുണ്ടാവും. എന്നിട്ട് ഈ പല സ്ത്രീകളുടെയും സൗന്ദര്യമുള്ള ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് സുന്ദരികളായ സ്ത്രീകളെ കണ്ടതിന് ശേഷം വീണ്ടും റേറ്റ് ചെയ്യാൻ പറയും സ്വന്തം ഇണയെ പറ്റിയിട്ട്. അപ്പൊ 10 റേറ്റ് ചെയ്തവര് 8 റേറ്റ് ചെയ്തവര് 5. അതായത് സ്വന്തം പാർട്ട്ണറിനെ കുറിച്ചുള്ള റേറ്റിംഗ് കുറയാണ്, കുറച്ചും കൂടി നല്ല സുന്ദരികളായ സ്ത്രീകളുടെ ഫോട്ടോ കാണാം. അപ്പൊ ഈ ഇൻസ്റ്റയിലൊക്കെ സുന്ദരികളായ ആളുകള് അവര് സൗന്ദര്യം പ്രകടിപ്പിക്കുകയും അവരുടെ ഭംഗിയെ ഫിൽട്ടർ ചെയ്തിട്ടും ഒക്കെ ആയിരിക്കും, എന്നാലും അതൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് അത് പ്രൊമോട്ട് ചെയ്ത് നടത്തുമ്പോൾ
പെണ്ണുങ്ങൾക്കും അസംതൃപ്തി ഉണ്ടാവുന്നു. അത് കാണുന്ന പെണ്ണുങ്ങൾക്ക്, ഇത് ചെയ്യുന്നവർ തന്നെ വേറെ പെണ്ണുങ്ങൾ കാണുന്നുണ്ട്, അപ്പൊ എനിക്ക് അങ്ങനെ ഇല്ല എന്നുള്ളത് വരുന്നുണ്ട്. അവർക്ക് പെണ്ണുങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാവുന്നു, അവരുടെ ഇണകളായ ആണുങ്ങൾക്കും ഇണകളെ പറ്റിയിട്ട്, പെണ്ണുങ്ങളെ പറ്റി, അവരുടെ ഭാര്യമാരെ പറ്റി അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനെ പറ്റിയിട്ട് അസംതൃപ്തി ഉണ്ടാവുന്നു. അപ്പൊ ഈ രണ്ടു കൂട്ടർക്കും, ഏത് ജെൻഡർ ആവട്ടെ, രണ്ടു കൂട്ടർക്കും അസംതൃപ്തിയാണ് ഈ സംസ്കാരം ഉണ്ടാക്കുന്നത്. ഈ സൗന്ദര്യം അധികമായി പ്രദർശിപ്പിക്കുമുണ്ടാവുന്ന ഒരുപാട് ദൂഷ്യഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സാധാരണ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, ഇപ്പൊ സ്ത്രീകൾ വസ്ത്രദാനത്തിൽ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് വിക്ടിംസിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? കാരണം ഇവരൊക്കെ വിക്ടിംസ് അല്ലേ, ഈ റേപ്പിനാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ കമന്റ് അടികൾക്കാണെങ്കിലും, നേരത്തെ പറഞ്ഞ കാറ്റ് കോളിംഗ് ആണെങ്കിലും സെക്ഷൽ ഹറാസ്മെന്റ് ആണെങ്കിലും, ഇതൊക്കെ വിക്ടിംസ് ആയ ആളുകളെ കൂടി നിങ്ങൾ കുറ്റപ്പെടുത്താണോ എന്നാണ് അവർ ചെയ്യുക. നമ്മൾ കുറ്റപ്പെടുത്തല്ല, ഇതൊരു ബയോളജിക്കൽ ഫാക്റ്റ് ആണ്. ഇങ്ങനെ ലംഘലാവണ്യങ്ങൾ കാണിച്ചാൽ സ്വാഭാവികമായിട്ടും പുരുഷന്മാരിൽ ഇങ്ങനത്തെ എഫക്റ്റ് ആണ് അവരുടെ ബയോളജിക്കലി ഉണ്ടാകുന്നത്, അവരുടെ തലച്ചോറിൽ ഉണ്ടാകുന്നതാണ് നമ്മൾ. അതിന് ഡേവിഡ് ബസ് ഉണ്ടല്ലോ, ഡേവിഡ് ബസ് മൂപ്പര് പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, ഇത് വിക്ടിം ബ്ലൈമിംഗ് അല്ല എന്നുള്ളതിന് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ക്യാൻസറിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ എന്താ പറയാ, ഇന്നത് ഉപയോഗിക്കരുത്, ക്യാൻസറിന് സാധ്യതയുണ്ട്, പുകവലിക്കരുത്, ക്യാൻസറിന് സാധ്യതയുണ്ട്, ഇതൊക്കെ വിക്ടിം ബ്ലൈമിംഗ് ആണോ? ഒരാൾക്ക് ക്യാൻസർ വന്നിട്ട് അയാളോട് നമ്മൾ പറയണല്ലോ, നേരെ മറിച്ച് ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് വരാത്ത ആൾക്കാർക്ക് എഡ്യൂക്കേറ്റീവ് ആയിട്ട് പറയുന്നതാണ്, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണതാണ് എന്ന് മൂപ്പര് ക്യാൻസറിനെ ഉപമിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ പറയുന്നത് ബയോളജിക്കലി പുരുഷൻ നിന്നെ പദാർത്ഥമായിട്ടാണ് കാണുക, നീ ഇങ്ങനെ വസ്ത്രം ധരിച്ചാൽ. അപ്പോ അത്തരം പദാർത്ഥവൽക്കരിച്ചുകൊണ്ടുള്ള കണ്ണുകളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ഇന്നത് ചെയ്താൽ അത് അനുകൂലമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഒരു സ്ത്രീ അങ്ങനെ ഉപദ്രവിച്ചു, അവളെ നിനക്ക് അതിന് അർഹതപ്പെട്ടാണ്, നീ ഇത് ചെയ്തിട്ടല്ലേ എന്നുള്ളത് നമ്മൾ ഒരിക്കലും പറയുന്നില്ലല്ലോ. ഒക്കെ എഡ്യൂക്കേറ്റീവ് ആണ് എന്നുള്ളത് ഡേവിഡ് ബസ് തന്നെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നല്ലൊരു ഉപമയാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഇത്തരം സ്വതന്ത്രമായി അഴിഞ്ഞാടിക്കൊണ്ടുള്ള പിന്നെ വസ്ത്രധാരണ രീതികളും ഫാഷനുകളും സൗന്ദര്യഭ്രമങ്ങളൊക്കെ പെണ്ണുങ്ങളെ യഥാർത്ഥത്തിൽ ദോഷകരമായി ബാധിക്കുകയാണ്. അത് നമ്മുടെ നാട്ടിലേക്ക് പാശ്ചാത്യവൽക്കരണത്തിന്റെ ഭാഗമായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ പെണ്ണുങ്ങൾക്ക് തന്നെയാണ്, സ്ത്രീകൾക്ക് തന്നെയാണ് വലിയ വിഷയം വരാനുള്ളത്, അവരാണ് ദ്രോഹിക്കപ്പെടാൻ പോകുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാക്കി മുൻകൂട്ടി വന്നതിന് ശേഷം, നമ്മുടെ നാട്ടിൽ ഉപദ്രവങ്ങൾ വന്നതിന് ശേഷമുള്ള കാര്യമല്ല പറയുന്നത്, മുൻകൂട്ടി ഇതിനെപ്പറ്റി പഠിച്ച ആൾക്കാരെ പഠനങ്ങൾ നോക്കി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് ആ പ്രശ്നങ്ങളെ അത് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.